ഹലോ ഗൈസ്, റോയൽ എൻഫീൽഡ് യൂസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആൾക്കാരുടെ ഒരു പ്രശ്നമാണ് മഴക്കാലം കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുക. അതുപോലെ വണ്ടി കഴുകിയിട്ടുണ്ടെങ്കിൽ പിന്നെ സ്റ്റാർട്ടാവാതിരിക്കുക, ഭയങ്കര മിസ്സിങ്, രാവിലെ സ്റ്റാർട്ടാവാൻ തന്നെ ഭയങ്കര പണി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷെ അതിലുള്ളൊരു മെയിൻ പ്രശ്നമാണ് നമ്മുടെ മഴക്കാലത്ത് വണ്ടി സ്റ്റാർട്ടാവാതിരിക്കുക എന്നുള്ളത്. രാവിലെ എടുത്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ടാവില്ല. ഒന്ന് വെള്ളം നനഞ്ഞാൽ നമ്മളൊന്ന് ഓടുന്നതിൻ്റെ ഇടയിൽ തന്നെ മഴത്താണ് വണ്ടി ഓടിക്കുന്നുണ്ടെങ്കിൽ മിസ്സിങ് വേഗം വരാൻ ചാൻസ് ഉണ്ട്. അത് മറ്റു വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റോയൽ എൻഫീൽഡിന് കൂടുതലാണ്. അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ചാൽ വെള്ളം വന്നിട്ട് നമ്മളെ എഞ്ചിനിൽ അവിടെ ഇവിടെ ആവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി എപ്പോഴും ക്ലീനായിട്ട് സൂക്ഷിക്കുക. അതിൻ്റെ ഒന്നാമത്തെ ഒരു കേസ് എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ വണ്ടി കഴുകുന്ന ആ ഒരു ടൈമിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഇവിടെ കാണുന്ന ഈ 2 ഹോൾസ് ഉണ്ടോ, ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ചെറിയ ഹോളുണ്ട്, ഇവിടെയുണ്ട്. ഈ 2 ഹോൾ അടഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി കഴുകുമ്പോൾ അല്ലെങ്കിൽ മഴ പെയ്യുമ്പോൾ മഴത്ത് നിർത്തിയിടുമ്പോഴൊക്കെ ഇതിൽ വെള്ളം നിറഞ്ഞിട്ട് ഈ ടാങ്കിലോട്ട് ഇറങ്ങും. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നീട് അത് കാർബറേറ്ററിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ നിങ്ങളെ മിസ്സിങ് കാര്യങ്ങൾ വരും. പക്ഷേ നമ്മൾ പറയാൻ പോകുന്ന കാര്യം അതല്ല. ഒട്ടുമിക്ക ആൾക്കാരിലും കോമൺ ആയിട്ട് വരുന്നൊരു ഇഷ്യൂ മഴക്കാലത്ത് സ്റ്റാർട്ടാവുക അല്ലെങ്കിൽ വെള്ളം നനഞ്ഞാൽ സ്റ്റാർട്ടാവാത്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്പാർക്ക് പ്ലഗിൻ്റെ ഈ ഭാഗത്ത് നിന്നിട്ടാണ്. ഈ ഭാഗത്ത് നിന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ മഴ പെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ഈ ഒരു ഹോളുണ്ടല്ലോ, ഇതിലോട്ട് വെള്ളം ഇറങ്ങും. ഈ വെള്ളം ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ ഇതിലോട്ട് വരുന്ന സ്പാർക്ക് വെള്ളമായിട്ട് മിക്സ് ചെയ്താകുമ്പോൾ കറക്റ്റ് നമുക്ക് ഇതിലോട്ടുള്ള ആ ഒരു സ്പാർക്ക് കാര്യങ്ങൾ കിട്ടില്ല. അതുകൊണ്ടാണ് ഒട്ടുമിക്ക വണ്ടികളും മിസ്സിങ് ഉണ്ടാകുന്നത്. നമ്മൾ വണ്ടി മഴത്തൊക്കെ ഓടിച്ച് പോകുമ്പോൾ തന്നെ ചില ടൈമിലാണെങ്കിൽ മിസ്സിങ് നന്നായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നല്ലോണം മൈലേജ് ഷോട്ട് കാര്യങ്ങൾ പിസ്റ്റണിലൊക്കെ പണി വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. ഇതിൽ വെള്ളം കെട്ടി നിന്നിട്ടാണ് ഈ ഒരു സംഭവം നമുക്ക് മെയിനായിട്ട് മിസ്സിങ് വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വണ്ടി ഓടിക്കഴിഞ്ഞാൽ തന്നെ കണ്ട ഒരുപാട് പൊടി കാര്യങ്ങൾ കയറുന്നു. പൊടി കാര്യങ്ങളെല്ലാം കയറിയിട്ട് ഇവിടെ നിങ്ങൾക്ക് കാണാം, നിങ്ങളൊക്കെ വണ്ടിക്ക് ഉണ്ടാവും ഇവിടെ ഒരു ഹോള്. ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും, എന്നാലും അറിയാത്തവർക്കെന്ന് വെച്ചിട്ട് ജസ്റ്റ് പറയുന്നതെന്നുള്ളൂ. ഈ ഹോള് അടഞ്ഞു കഴിഞ്ഞിട്ട് പൊടി കയറി അടഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ വെള്ളം കെട്ടി നിൽക്കുക. അപ്പോഴാണ് നമുക്ക് ഈ മിസ്സിങ് കാര്യങ്ങൾ കൂടുതലായിട്ട് വരുന്നത്. അത് നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഹോളൊരു മുട്ടുസൂചിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വെച്ചിട്ട് എപ്പോഴും കുത്തി ക്ലീൻ ആക്കിയിടാം. അങ്ങനെയെങ്കിൽ ഇതിൽ കെട്ടി നിൽക്കുന്ന വെള്ളം ഒറ്റയടിക്ക് ഇതിലൂടെ പോവും. അങ്ങനെ നമുക്ക് മിസ്സിങ് കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. 90% മിസ്സിങ്ങും മാറി കിട്ടേണ്ടതാണ് വണ്ടീൻ്റെത്. രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ കാർബറേറ്റർ ക്ലീൻ ചെയ്യുക. ഇതിൽ കോമൺ ആയിട്ട് വരുന്നൊരു ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. പക്ഷേ മിസ്സിങ് വരുമ്പോൾ ഒട്ടുമിക്ക ആൾക്കാരും ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നേരെ പോയി കാർബറേറ്റർ ക്ലീൻ ചെയ്യുക അല്ലെങ്കിൽ ഇത് മാറ്റുക. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഇത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വേറൊരു ഇഷ്യൂ വരുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ സ്പാർക്ക് കറക്റ്റ് കിട്ടാതാകുമ്പോൾ നമ്മുടെ CD യൂണിറ്റ് കാര്യങ്ങൾ കംപ്ലയിൻ്റ് ആവും. CD യൂണിറ്റ് ഏകദേശം 2000 സംതിങ് രൂപ വരുന്നുണ്ട്. ആ CD യൂണിറ്റ് കംപ്ലയിൻറ്റ് വരുന്നതിനനുസരിച്ച് നമ്മളെ വയറിങ്ങിൻ്റെയും അതുപോലെ പല ലൈറ്റ്സിൻ്റെയും കാര്യങ്ങളും എല്ലാം നമുക്ക് കംപ്ലയിൻറ്റ് വരാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഇനി നിങ്ങൾ വണ്ടി എവിടെയെങ്കിലും മഴയത്തോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെ നിർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എടുക്കുന്നതിന് മുന്നേ മിസ്സിങ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിലൊന്ന് നോക്കുക, ഇതിൽ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ വണ്ടി നിങ്ങൾ കുറേ അധികം റഫായിട്ട് യൂസ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ഹോൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കുത്തി ക്ലിയർ ആക്കി കൊടുക്കുക. അപ്പോൾ മിസ്സിങ് കാര്യങ്ങൾ കുറവായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ പ്ലഗ് ഒന്ന് ഊരിയിട്ട് നിങ്ങളൊന്ന് ക്ലീൻ ചെയ്തിടുക എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുതിയ പ്ലഗ് ഇടുക എന്നുണ്ടെങ്കിലും വളരെ ബെറ്റർ ആയിരിക്കും. നല്ല രീതിയിലുള്ള മൈലേജും കാര്യങ്ങളും അതിനനുസരിച്ച് കിട്ടുന്നതുമായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള നല്ല രീതിയിലുള്ള എന്തെങ്കിലും വീഡിയോസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയും അപ്ലോഡ് ചെയ്യുന്നതാണ്. നമ്മൾ ചാനലൊരു വണ്ടി റിലേറ്റഡ് ആയിട്ടുള്ള ചാനലൊന്നുമല്ല, പക്ഷേ ഒരുപാട് കാര്യങ്ങൾ നമ്മളിതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ഉപകാരപ്പെട്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. താങ്ക് യു.